Our hearts beat to the city streets. We began to feel the fire. We ride. ഹായ് ഓൾ, കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രൗണി ഡെസേർട്ടുമായിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാം. ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവരുടെയും കയ്യിലുള്ള ചോറ്റുപാത്രവും മതി, വേറെ പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റിലെ ഞാനിവിടെ 2 സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം ചീസും ഗ്രീക്ക് യോഗട്ടും ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടുന്ന സാധനം. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൗണിയുടെ റെസിപ്പി കുറേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രൗണി റെസിപ്പീസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആൻഡ് ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ചോറ്റുപാത്രം ആവശ്യമുണ്ട്, അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രൗണി ഞാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ അതാണ് കേട്ടോ. ഈ മൊത്തം അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയറും ബ്രൗണി ഞാനിങ്ങനെ നല്ല ഫഡ്ജി ആയതുകൊണ്ട് നല്ല എന്താ പറയുക, കുറച്ച് സ്റ്റിക്കിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പൊടിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ല തണുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് അല്ല, കവർച്ചറാണ് കേട്ടോ. വാൻ ഹൂട്ടൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്താലും മതി, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ വാൻ ഹൂട്ടൻ്റെ ആ ഒരു ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇനി നമുക്ക് കുറച്ച് കുട്ടിയായിട്ട് ബ്രൗണി പീസസ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പക്ഷേ ഞാനിവിടെ നേരത്തെ എടുത്തതുകൊണ്ട് എനിക്കിങ്ങനെ ഡ്രീം കേക്ക് കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മക്കളുണ്ടായതുകൊണ്ട് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്ന് പെട്ടെന്ന് താ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെറ്റാക്കാൻ പറ്റിയില്ല. ഇത് അപ്പോഴും തന്നെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ആക്കിയ ബ്രൗണി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റും ഒരു ചെറിയ ക്രീം ചീസിൻ്റെ ആ ഒരു പുളിപ്പും ഒക്കെ നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.